ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മിസ്ഫിറ്റ് മേക്കർ. ഇന്ന് നമ്മളൊരു ബാറ്ററി എലിമിനേറ്റർ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഏതൊരു ഇലക്ട്രോണിക് പ്രോജക്റ്റ് ആണെങ്കിലും ബാറ്ററി എലിമിനേറ്റർ ഉള്ളത് വളരെ ഉപകാരമാണ്. അപ്പോൾ ഈ ബാറ്ററി എലിമിനേറ്റർ കേടായ ഒരു റിസീവറിൽ നിന്നുണ്ടാക്കിയാൽ അത് അടിപൊളിയല്ലേ? ഈ പ്രോജക്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. എൻ്റെ കയ്യിൽ കിട്ടിയത് ടെക്നോസാറ്റിന്റെ ഒരു ഡിജിറ്റൽ സാറ്റലൈറ്റ് റിസീവർ ആയിരുന്നു. ഫസ്റ്റ്ലി നമുക്ക് ഇതിന്റെ കവറൊക്കെ ഒന്ന് അഴിച്ചെടുക്കാം. കവറൊക്കെ അഴിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിന്റെ പവർ സപ്ലൈ ഒക്കെ വല്ല പ്രശ്നമുണ്ടോ എന്നൊക്കെ മൾട്ടിമീറ്റർ ഒക്കെ വെച്ച് ചെക്ക് ചെയ്ത് നോക്കണം. ഭാഗ്യവശാൽ എൻ്റെ റിസീവറിന്റെ പവർ സപ്ലൈക്ക് ഒരു വിഷയമില്ലായിരുന്നു. എൻ്റെ കൂട്ടുകാർ ഇങ്ങനത്തെ പ്രോജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കറണ്ട് അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പരിചയം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള പ്രോജക്റ്റ് ചെയ്യാൻ ഇറങ്ങാവൂ. നമ്മുടെ ബാറ്ററി എലിമിനേറ്ററിന്റെ ഫ്രെയിമിന് വേണ്ടി റിസീവറിൽ നിന്ന് തന്നെ ഭാഗങ്ങൾ കട്ട് ചെയ്തെടുക്കുന്നു. നമ്മൾ കട്ട് ചെയ്തെടുത്ത ഭാഗങ്ങൾ റിബറ്റൊക്കെ ഉപയോഗിച്ച് നമ്മൾ എലിമിനേറ്ററിന് വേണ്ടി ഒരു ഫ്രെയിം ഉണ്ടാക്കിയെടുത്തു. കൂട്ടുകാരി ഫ്രെയിമിലേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ഇതിനകത്ത് ഗ്ലൂ ഗൺ വെച്ച് എന്തോ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് റീഫില്ലറിന്റെയും ഗ്ലൂ ഗണിന്റെയും ഒരു കോമ്പിനേഷനാണ്. ഇത് എന്തിനാണ് കൂട്ടുകാർക്ക് പിന്നീട് മനസ്സിലാവും. ഈ എലിമിനേറ്ററിന്റെ ഫ്രണ്ട് കവർ ഉണ്ടാക്കിയിരിക്കുന്ന ACP ഷീറ്റിനകത്താണ്. എൻ്റെ കയ്യിൽ ഈ ചെറിയ ഗ്ലാസ് ആണ് കാണുന്നത്. എനിക്കൊരു കാർ സ്റ്റീരിയോയിൽ നിന്ന് കിട്ടിയതാണ്. ഇതൊരു ലുക്കിന് വേണ്ടി മാത്രമാണ്. കൂട്ടുകാർക്ക് ഇത് വേണമെന്നില്ല. ഈ ലൈറ്റ് ഡിഫ്യൂസർ കാണാനൊരു ലുക്കിനാണ്. ഇനി നമുക്ക് റോട്ടറി സ്വിച്ച് വേണം. ഇത് ഞാൻ നമ്മളെ ഫാനിന്റെ റെഗുലേറ്ററിൽ നിർത്തിച്ചതാണ്. ആ റിസീവറിൽ നിന്ന് തന്നെയുള്ള സ്വിച്ചാണിത്. അതിൽ നിന്ന് എടുത്തതേ ഉള്ളൂ. എലിമിനേറ്ററിൽ നിന്നും ഔട്ട് എടുക്കുന്നതിനായി ഇതുപോലൊരു ടെർമിനൽ ക്ലിപ്പും ഉപയോഗിക്കുന്നു. ഇനി ഇവയെല്ലാം നമ്മുടെ ACP ഷീറ്റിൽ ഫിക്സ് ചെയ്യണം. ഫിക്സ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഇതിൽ ഞാൻ ഒരു വിനൽ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടി. അതുപോലെ ഒരു വെറൈറ്റി ലുക്കിന് വേണ്ടി ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്ത് ഇതുപോലെ മടക്കി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ACP ഷീറ്റിന്റെ കവറിന്റെ മുകളിൽ ഒട്ടിക്കുന്നു. ഇപ്പൊ ഒരു അടിപൊളി ലുക്കായില്ലേ? ഇനി നമുക്ക് അധികം പണിയൊന്നുമില്ല. നമ്മുടെ ഈ റിസീവറിന്റെ പവർ സപ്ലൈ തന്നെ 5 വോൾട്ട് 12 വോൾട്ട് അങ്ങനെയൊക്കെ കണക്ട് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് കാണാം. നമ്മൾ എന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കണക്ഷനൊക്കെ നമ്മൾ ആ റോട്ടറി സ്വിച്ച് വഴി ഔട്ട്പുട്ട് ടെർമിനൽ ക്ലിപ്പിലേക്ക് എത്തിക്കുന്നു. ഈ കാണുന്നത് കാർ സ്റ്റീരിയോയിൽ നിന്ന് കിട്ടിയ LED-യും അതിന്റെ ഡിഫ്യൂസറുമാണ്. LED 3 വോൾട്ട് പിന്നിൽ കണക്ട് ചെയ്തു. കണക്ഷൻസ് വളരെ സിമ്പിളാണ്. നമ്മൾ അകപ്പാടെ ചെയ്തത് റിസീവറിന്റെ പവർ സപ്ലൈയിൽ നിന്നും വരുന്ന വ്യത്യസ്ത വോൾട്ടേജിനെ റോട്ടറി സ്വിച്ച് വഴി വേർതിരിച്ചു. ഇനിയെല്ലാം സോൾഡർ ചെയ്യുക, കണക്ട് ചെയ്യുക. നമ്മുടെ ബാറ്ററി എലിമിനേറ്റർ റെഡിയായി. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, പരിചയമുള്ളവർ മാത്രമേ ഇത് ചെയ്യാവൂ. കറണ്ട് അടിക്കാനുള്ള സാധ്യത നല്ല കൂടുതലാണ്. ശ്രദ്ധിച്ചും കണ്ടൊക്കെ ചെയ്യണം. ഒരു പഴയ റിസീവർ കിട്ടിയപ്പോൾ അതിൽ നിന്നൊരു ബാറ്ററി എലിമിനേറ്റർ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് തോന്നി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയനും സജഷനും ഒക്കെ കമന്റ് ബോക്സിൽ ഇടാൻ മറക്കല്ലേ. പുതിയൊരു അടിപൊളി പ്രോജക്റ്റുമായി നമുക്ക് ഇനിയും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ മിസ്ഫിറ്റ് മേക്കർ. ഗ്ലൂ ഗണ്ണിന്റെയും റീഫിലിന്റെയും ഒരു കോമ്പിനേഷന്റെ കാര്യം മുന്നേ പറഞ്ഞില്ലേ? ഇവരെ സഹായത്തോടെയാണ് നമുക്ക് ഫ്രെയിമിലോട്ട് ഫ്രണ്ട് കവർ സ്ക്രൂ വെച്ച് ഫിക്സ് ചെയ്യാൻ പറ്റുന്നത്. ഇവ എൻ്റെ അസിസ്റ്റൻ്റാ. ഇവന് കളിക്കാൻ സമയം. നമ്മൾ കളിക്കാൻ പോയില്ലെങ്കിൽ നമ്മുടെ ടൂൾസ് ഒക്കെ എടുത്ത് ഓടിക്കളെ. അപ്പോൾ ശരി, എന്നാൽ അടുത്ത വീഡിയോയുമായി പിന്നീട് കാണാം.